സഞ്ചാരികൾക്ക് ആഡംബര സൗകര്യങ്ങൾ ഒരുക്കുവാൻ നിയമലംഘനങ്ങൾ നടത്തുന്ന നിക്ഷേപകർ നമ്മുടെ നാട്ടിൽ നിരവധിയാണ്. നിക്ഷേപത്തുക പോലെ ഒരു വിഹിതം നിയമലംഘനങ്ങളിൽ നിന്നും രക്ഷ നേടുവാനായി ഇവർ ചിലവഴിക്കുന്നു. പണത്തിന്റെ ഉറവിടങ്ങൾ സംബന്ധിച്ച് യാതൊരുവിധ അന്വേഷണങ്ങളും ഉണ്ടാകാറില്ല എന്നതാണ് വാസ്തവം. ബിനാമികളെയും ദല്ലാളുകളെയും മുൻനിർത്തി നടക്കുന്ന കോടികളുടെ ഇടപാടുകളിൽ വികസിക്കുന്ന ടൂറിസമാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും എന്നതുപോലെ വർക്കലയിലും ചിലയിടങ്ങളിൽ കാണാൻ കഴിയുന്നത്. വിദേശ നിക്ഷേപങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാതെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ കണ്ണും കരങ്ങളും ബന്ധിപ്പിക്കുവാൻ പാകത്തിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ സ്വാധീനം ചെലുത്തുന്നു. വിനോദസഞ്ചാര മേഖലയിൽ സമീപകാലത്ത് ഉയർന്നിട്ടുള്ള പല കെട്ടിടങ്ങളും കോസ്റ്റൽ റെഗുലേഷൻ സോണിന്റെ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. വേലിയേറ്റത്തിന് വിധേയമാകുന്ന കടലുകൾ, അരുവികൾ, നദികൾ, കായലുകൾ എന്നിവിടങ്ങളിൽ 500 മീറ്റർ വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ മേഖലകളിൽ വിനോദസഞ്ചാര സാധ്യതകളെ പൂർണ്ണമായും ചൂഷണം ചെയ്തുകൊണ്ടാണ് അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നത്. ടൂറിസം വികസനത്തിന് നിയമലംഘനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സർക്കാരിനില്ല. അനധികൃത നിർമ്മാണങ്ങൾ ആദ്യഘട്ടത്തിൽ പരാതികളായി പ്രാദേശിക ഭരണകൂടത്തിന് മുന്നിലെത്തുമ്പോൾ ഉദ്യോഗസ്ഥർ സ്വാധീനിക്കപ്പെടുന്നു. നിയമ നടപടികളുടെ ഭാഗമായി സ്റ്റോപ്പ് മെമ്മോ നൽകുന്നുവെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ കർശനമായി നിർത്തിവെപ്പിക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. പാപനാശത്തെ സംരക്ഷണ കുന്നുകളിൽ കുന്നിടിച്ചുകൊണ്ടും കുഴിച്ചുകൊണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കുന്നിടിച്ച് തുരങ്കങ്ങളും പടിക്കെട്ടുകളും നിർമ്മിക്കുന്നു. കുന്നിൻ മുകളിൽ നിന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാൻ പാകത്തിൽ പുറം ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് സ്ഥാപിച്ചിട്ടുള്ള നിർമ്മാണങ്ങളും ഇവിടെയുണ്ട്. ഇതൊന്നും തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കാണുവാൻ കഴിയുന്നില്ല. കുന്നിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ മരണക്കിണി ഒരുക്കുന്നതിന് തുല്യമാണ് ഇത്തരം നിർമ്മാണങ്ങൾ. അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നവർ കോടതിയെ സമീപിച്ചു അനുകൂല ഉത്തരവുകൾ നേടിയെടുക്കുകയും ദല്ലാൽ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണം നിയമസാധുതയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ടൂറിസം ഡയറക്ടറേറ്റും കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികളും വിജിലൻസും എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ വിഭാഗങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചാൽ നിയന്ത്രിക്കാവുന്നതേയുള്ളൂ ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.